ഹായ് ഹലോ നമസ്കാരം. ഇത് നമ്മളുടെ ഫിലിമോറ സീരീസിൻ്റെ 10ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യുക. കൂടാതെ എഡിറ്റിംഗൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഇതൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ട്യൂട്ടോറിയലാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. കാരണം ബിഗിനർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചാനലാണ് നമ്മളുടെ ഫിലിമോറ ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒത്തിരി സോഫ്റ്റ്വെയർസ് ഉണ്ട്. അത് നമുക്ക് വരും ക്ലാസ്സുകളിൽ പതുക്കെ കൊണ്ടുവരാം. ആദ്യം സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് വീഡിയോസാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തു പോകുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ ദീർഘിപ്പിക്കാനുള്ള ഇന്നത്തെ ട്യൂട്ടോറിയലിനെ കുറിച്ച് പറയാം. ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു മോഷൻ ട്രാക്കിംഗ് അതേപോലെ തന്നെ ഒരു പ്ലാനറ്റ് ട്രാക്കിംഗ് എന്ന് പറയുന്ന രണ്ട് AI ഫീച്ചേഴ്സ് എങ്ങനെയാണ് നമുക്ക് വീഡിയോ എഡിറ്റിങ്ങിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നാണ് ഇന്നത്തെ വീഡിയോ. വളരെ ഈസി ആയിട്ടാണ് ഈ ഫീച്ചർ ഫിലിമോറയിൽ ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ വേറെ സോഫ്റ്റ്വെയർസിലൊക്കെ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം അത് ട്രാക്ക് ചെയ്യാനും അങ്ങനെ കുറച്ച് ഇത്തിരി ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ ഫിലിമോറ വളരെ ഈസി ആയിട്ടാണ് ഈ ഒരു ഫീച്ചർ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്താം അല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണാം, എന്നിട്ട് നോക്കാം ഇത് വളരെ ഈസിയാണോ ഈസി അല്ലേ എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് പോയാലോ. ഹായ്, ഇന്ന് നമുക്ക് ഫിലിമോറയിൽ ഒരു മോഷൻ ട്രാക്കിങ് അതുപോലെ തന്നെ പ്ലാനർ ട്രാക്കിങ് രണ്ടും എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. കാരണം രണ്ടും ചില സമയങ്ങളിലൊക്കെ നമുക്ക് ഉപകാരത്തിൽ വരുന്ന ഒരു കാര്യമാണ്. ഈ മോഷൻ ട്രാക്കിങ് തന്നെ ഇപ്പോൾ ആഫ്റ്റർ എഫക്റ്റിലൊക്കെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ആദ്യം ട്രാക്ക് ചെയ്യണം, പിന്നെ അത് കഴിഞ്ഞിട്ടൊരു നൾ ഒബ്ജക്റ്റ് അവിടെ കൊണ്ടുവന്ന് വയ്ക്കണം. പിന്നെ അതിനുശേഷം നമ്മൾ കൊണ്ടുവയ്ക്കുന്ന ഇപ്പോൾ ഇമേജസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ടെക്സ്റ്റ് ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ ഈ നൾ ഒബ്ജക്റ്റിനെ പാരൻ്റ് ചെയ്ത് കൊടുത്തിട്ടൊക്കെ വേണം ചെയ്യാനായിട്ട്. ഇത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല ഫിലിമോറയിൽ ചെയ്യാനായിട്ട്, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ എങ്ങനെയാണെന്നുള്ളത്. ഞാൻ ഫിലിമോറ ഓൾറെഡി ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് പ്രൊജക്റ്റ് ഫയൽസും അതിനകത്ത് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾ കണ്ടു നോക്ക്, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതാ ഞാൻ ഓൾറെഡി ഇതിനകത്ത് 1 2 3 ഫയൽ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം 2 കാര്യങ്ങൾ കാണിച്ചു തരാൻ പാകത്തിനുള്ള 3 ഫയലുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് പ്ലാനർ ട്രാക്കിംഗ് അതിന് ചെയ്യാൻ നോക്കാം. അതൊരു AI ഫീച്ചറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒത്തിരി AI ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഓരോന്നായിട്ട് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ നോക്കി പോവാം. അതായിരിക്കും നന്നായിരിക്കാം, ടെൻഷൻ അടിപ്പിക്കാനുള്ള. ആദ്യം തന്നെ ഇതിൽ ഞാനൊരു വാളിൻ്റെ ഒരു വീഡിയോ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ പിക്സാബേ എന്ന് പറയുന്ന സൈറ്റിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഫുട്ടേജസൊക്കെ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സൈറ്റാണ് പിക്സാബേ, അതുപോലെ പിക്സൽസ്, അങ്ങനെ കുറച്ച് സൈറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് പിക്സാബേന്ന് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ഫുട്ടേജാണ്. ഒന്ന് കണ്ടു നോക്കാം. ഇത്രയും മതിയാവും. കാരണം ഒത്തിരി ലെങ്ത് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോൻ്റെ ലെങ്ത്തും കൂടും. അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ബ്ലാക്ക് ഏരിയ ഉണ്ട്, അതൊന്നും ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. കാരണം നമുക്ക് കാണിച്ചു തരുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ അത് ബോറിംഗ് ആയിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് തന്നെ ഒന്ന് ചെയ്ത് നോക്കിയായിരുന്നു. അത് കാരണം അതിൻ്റെ സെറ്റിങ്സുകളൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോനെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് വിൻഡോ വരുന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇതിന് മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇത് തീരെ കണ്ടിട്ടില്ല തുടക്കക്കാരാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിലുള്ള വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് കണ്ടാൽ വളരെ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് വിൻഡോയിൽ AI ടൂൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കുറച്ച് താഴേക്ക് വരുന്ന സമയത്ത്, ഫസ്റ്റ് ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ കിടക്കുന്നുണ്ടാവുക. കുറച്ച് താഴേക്ക് വരുന്ന സമയത്ത് ഇതിനകത്ത് ഉണ്ടാവും പ്ലാനർ ട്രാക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഇതൊന്ന് ഓണാക്കാൻ ചെയ്യും. ഓണാക്കിയതിന് ശേഷം ഇതിനകത്ത് ഈ ഓട്ടോ എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട്, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന സെക്ഷനുണ്ട്. ഇത്രയും കൂടി ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ആക്യുറേറ്റ് ആയിട്ട് തോന്നിയത് ഓട്ടോ എന്ന് പറയുന്ന സെക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഓട്ടോ എന്ന് പറയുന്ന സെക്ഷൻ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കണ്ട ഇതേപോലെ ഒരു വിൻഡോ നമ്മുടെ പ്രിവ്യൂ പാനലിൽ ഓപ്പൺ ആയിട്ടുണ്ടാവും. അതിനൊന്ന്
നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഞാൻ എന്താ ഈ വാളിലൊരു പോസ്റ്റർ ഇരിക്കുന്ന പോലെയാണ് ഞാൻ അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ആ പോസ്റ്ററിൻ്റേതായ രീതിയിലേക്ക് ഞാൻ ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. എന്താ നമ്മൊരു വാളിൽ പോസ്റ്റർ ഇങ്ങനെ പതിപ്പിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുക, അതുപോലെ കേട്ടോ. കണ്ടോ, ഇത്രയും കൂടി വലുതാക്കി വയ്ക്കും. കണ്ടോ, കാരണം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ഭാഗം ഞാൻ കുറച്ച് ചെറുതാക്കിയും ഈ ഭാഗം കുറച്ച് വലുതാക്കിയാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെയായിരിക്കുമല്ലോ നമ്മൾ കാണുമ്പോൾ. നമ്മുടെ തൊട്ടടുത്തുള്ള ഭാഗം ഇത്തിരി വലുതായും അകലെയുള്ള ഭാഗത്തിൽ ചെറുതായിട്ടായിരിക്കുമല്ലോ കാണാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഈ നമ്മുടെ ടൈം ലൈനിലെ സ്ലൈഡർ ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ പ്ലാനർ ട്രാക്കിംഗ് എന്ന് പറഞ്ഞ സെക്ഷൻ്റെ ഇത്തിരി താഴെ വരുമ്പോൾ കണ്ടാം സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് കാണാം. ഇത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. കുറച്ച് സമയം ഡിലേ ഉണ്ട്. അത് അത്യാവശ്യം നല്ല കോൺഫിഗറേഷനുള്ള സിസ്റ്റം ആണെങ്കിൽ വളരെ പെട്ടെന്ന് നടക്കും, അല്ലെങ്കിൽ ഇത്തിരി സമയം എടുക്കും. കാരണം അത് AI വെച്ചിട്ട് അത് ട്രാക്ക് ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ട്രാക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്രാക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചാൽ കണ്ട, അതായത് നമ്മൾ ട്രാക്ക് ചെയ്ത ആ സ്ക്വയർ ഈ വീഡിയോ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് മൂവ് ചെയ്യണത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം നമുക്ക് ഇങ്ങനെയല്ലല്ലോ വേണ്ടത്. നമുക്ക് ഇവിടെ ഒരു ബാനർ ഒട്ടിച്ചിരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, ഞാനൊരു ബാനർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഒരു ഓർക്കസ്ട്ര ടീമിൻ്റെ ബ്രോഷറാണ്. അപ്പോൾ തൽക്കാലം ഞാൻ ചെയ്തു വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് തന്നെ നമ്മൾ ആദ്യം തന്നെ എടുത്തു വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മളുടെ ഈ ക്ലിപ്പിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ താഴെയുള്ള ക്ലിപ്പിൻ്റെ എന്തോരം ഡ്യൂറേഷൻ ഉണ്ടോ അത്രയും ലെങ്ത്തിലേക്ക് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അത് ഭയങ്കര വലുതായിട്ടാണ് കാണുന്നത്, കുഴപ്പമില്ല, നമുക്ക് ചെറുതാക്കാം. അതിന് ശേഷം വീണ്ടും നമ്മുടെ താഴെയുള്ള ക്ലിപ്പ്, അതായത് നമ്മൾ പ്ലാനർ ട്രാക്കിംഗ് ചെയ്ത ക്ലിപ്പിനൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ കണ്ട ലിങ്ക് എലമെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ താഴെ ഇപ്പോൾ നന്നായിട്ടാണ് കിടക്കുന്നത്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ പോസ്റ്ററിൻ്റെ പേരെന്താണോ, ഞാൻ 12 എന്ന് ഇട്ടാണ്. അപ്പോൾ ആ പേരുള്ള ട്രാക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. നോക്കിയേ, ഇപ്പോൾ കണ്ടോ ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്ക്വയറിനകത്തേക്ക് നമ്മൾ ചെയ്തു വെച്ചാണ് പോസ്റ്റർ വന്നിരിക്കുന്നുണ്ട്. പിന്നെ ഇത്രയും കൂടിയും ഒരു റിയലിസ്റ്റിക് ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ട് ഏറ്റവും മുകളിലുള്ള നമ്മൾ ഇട്ടണ ബാനറിൻ്റെ ട്രാക്കിനൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബ്ലെൻഡിങ് മോഡ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒപ്പാസിറ്റി ഒരു സ്വല്പം ഒന്ന് കുറയ്ക്കുന്നുണ്ട്. ഇത്തിരി ഒന്ന് ഒറിജിനാലിറ്റി തോന്നാനാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കണ്ട ഇതിൻ്റെ ചുറ്റും ഓൾറെഡി ഒരു ഗ്രീൻ ലൈൻ കാണുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഐയുടെ ഒരു ചെറിയൊരു ഐക്കണുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കിയാലോ. ഞാൻ ഇത്തിരി സ്ക്രീൻ വലുതാക്കി വയ്ക്കാം. കണ്ട എങ്ങനെയുണ്ട്? ഇങ്ങനെയൊക്കെ നിങ്ങളുടെ പല വീഡിയോസിലും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ചിലപ്പോൾ പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. സിമ്പിളല്ലേ? ഇനി ഒരു രീതിയും കൂടിയുണ്ട്. അതായത് അത് മോഷൻ ട്രാക്കിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ വേറൊരു ക്ലിപ്പ് ഞാനിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ക്ലിപ്പ് ഒന്ന് എടുക്കാം. ഇത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. അടുത്ത ഞാനൊരു ട്രക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. ആദ്യം ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. നമുക്ക് ഇവിടെ മുതൽ മതി, കാരണം എന്നാലാണ് കുറച്ചും കൂടി മൂവ്മെൻറ്റ് കിട്ടുന്ന ഏരിയ ഒന്ന് സെലക്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കിയേക്ക്, ഇത്ര മതി. ഒത്തിരി ലെങ്ത്തായി കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും. ഇത്രയും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ട്രക്ക് വരുന്നു, ഇവിടേക്ക് വരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല വീഡിയോസിലും അതിലിങ്ങനെ ലെറ്ററിങ്ങുകളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും.
അതേപോലെ നമുക്ക് ലെറ്ററിങ്ങോ അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാരുടെ ഫേസൊക്കെ മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു രീതിയാണിത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ആഫ്റ്റർ എഫക്റ്റിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ടൈം എടുക്കുന്ന കാര്യമാണ്. ഇതിനകത്ത് വളരെ സിമ്പിളായിട്ട് അവർ ആ ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയൊരു കാര്യം. ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇതാ ഈ ട്രക്കിനെയാണ് നമുക്ക് ട്രാക്ക് ചെയ്യേണ്ടത്. ആ ട്രാക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക, AI ടൂൾസിലേക്ക് വരിക. നമ്മൾ നേരത്തെ കണ്ട പ്ലാനർ ട്രാക്കിൻ്റെ തൊട്ട് മുകളിലായിട്ട് തന്നെ മോഷൻ ട്രാക്കിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ഓണാക്കുക. ഓണാക്കുമ്പോൾ കണ്ട ഒരു ചെറിയൊരു പ്ലസ് ഐക്കണായിട്ടുള്ള ഒരു ബോക്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ബോക്സിനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ട്രാക്ക് ചെയ്യേണ്ട ഒബ്ജക്റ്റിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്ന് വെക്കണം. വേണമെങ്കിൽ അതൊന്ന് ചെറുതാക്കിയൊക്കെ വെക്കാം കേട്ടോ, അത് നമ്മുടെ ഇഷ്ടമാണ്. ഇത്തിരിയും കൂടിയും ആക്യുറസി കിട്ടും ചെറുതാക്കി വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വെച്ചതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ക്ലിക്ക് ടു സ്റ്റാർട്ട് മോഷൻ ട്രാക്കിംഗ് എന്നുള്ള ഈ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നമ്മൾ പ്ലേ ചെയ്തെന്ന് നോക്കിക്കേ. ആ ട്രക്ക് പോകുന്നതിനനുസരിച്ച് തന്നെ ആ ബോക്സും മൂവ് ചെയ്യണത് മനസ്സിലാവും. ഇവിടെ നമുക്കൊരു ടെക്സ്റ്റ് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ടെക്സ്റ്റ് ഇതിനകത്ത് നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അതായത് ഇപ്പോൾ ഞാൻ സെർച്ച് ചെയ്യുകയാണ് ചെയ്യണേ, നിയോൺ സൈബർ ടൈറ്റിൽ എന്ന് പറഞ്ഞൊരു ഇത് നമുക്ക് ആഡ് ചെയ്യാം. സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ വേണ്ട, ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ടെക്സ്റ്റ് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ടെക്സ്റ്റിനെ ഈ നമ്മളുടെ ട്രക്കിൻ്റെ മുകളിലേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ടിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ സൈസിലേക്ക് ഒന്ന് ആക്കിയിട്ടുണ്ട്. കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് വെച്ചാൽ നമുക്ക് മനസ്സിലാവും. അത് കണ്ട ഒത്തിരി വലുപ്പമുണ്ട്. നമുക്കതിൻ്റെ പ്രോപ്പർട്ടി പാനലിൽ പോയിട്ട് അതിൻ്റെ സ്കെയിൽ ചെയ്ത് ഒന്ന് ചെറുതാക്കാം. ആദ്യം ചെറുതാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ ലെറ്ററിനെ മൊത്തത്തിൽ ഒന്ന് എടുത്തിട്ട് നമുക്ക് എവിടെയാണോ കൊണ്ടുവയ്ക്കേണ്ടത് അവിടെ ഒന്ന് കൊണ്ടുവയ്ക്കാം. അപ്പോൾ ഇവിടെ ലെറ്ററുകളൊക്കെ വേറെ ആയി പോയിട്ടുണ്ട്. അത് നമുക്ക് അത് സെയിം സ്ഥലത്തേക്ക് തന്നെ എടുത്ത് വെച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. അല്ല, ഇത് നമുക്ക് നോക്കി കറക്റ്റായിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇതേപോലെ ഇതിൻ്റെ ഈ സെറ്റിങ്സിലേക്ക് പോവാം. സൂം ലെവൽ ഒത്തിരി ഒന്ന് കൂട്ടി വയ്ക്കുക, 100% ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ കാണുന്ന ചെറിയ ബോക്സിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും എവിടേക്ക് വെക്കേണ്ടത്. അപ്പോൾ എനിക്ക് നിയോൺ എന്നുള്ളത് ഇവിടെ വന്നാൽ മതി. ഓക്കെ, ഏകദേശം കുഴപ്പമില്ലെന്ന് വിചാരിക്കും. കുറച്ചൊന്ന് താഴേക്ക് പോയിട്ടുണ്ട്. ഇതൊന്ന് മുകളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ലെറ്റർ വേണമെങ്കിൽ മാറ്റാം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു കാര്യം ചെയ്യാം. ഇപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. ലൈവ് ട്രക്ക് ട്രാക്കിംഗ് നോക്കാം. ഇത്തിരി വലുപ്പം കൂടുതലുണ്ട്. അപ്പോൾ അതൊന്ന് ചെറുതാക്കാൻ ഇവിടെ തന്നെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത്, നമ്മൾ നേരത്തെ ചെയ്തത് നമുക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കണം. കണ്ടോ, കുറച്ച് നീങ്ങിയാണ് ഇരിക്കണേ. കാരണം ഇത് ഇത്തിരി ഹൈഡ് ചെയ്തിരിക്കുന്ന ഒരു ഇതായത് കൊണ്ട് തന്നെ അതൊന്ന് ഞാൻ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് കുറച്ചും കൂടി ഇവിടെ ആയിട്ട് വെക്കുന്നത് കേട്ടോ. ഇവിടെ വെച്ചതിന് ശേഷം നമുക്കൊന്ന് ഇതിനെ ഫിറ്റ് ടു സ്ക്രീൻ ആക്കാം. ആദ്യം ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത്, നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫസ്റ്റത്തെ ട്രാക്കിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. ഈ മോഷൻ ട്രാക്കിങ്ങിൽ ലിങ്ക് എലമെൻ്റ് എന്നുള്ളിടത്ത് നിയോൺ സൈബർ ടൈറ്റിൽ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ഇട്ടിട്ടുള്ള ടെക്സ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനകത്ത് കണ്ട ഈ ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബോക്സ് കാണില്ല. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാലോ, എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. കണ്ട, ആ ട്രക്ക് എവിടേക്കാണോ പോകുന്നത് അതിനനുസരിച്ച് ആ ലെറ്ററും അതിൻ്റെ ഒപ്പം തന്നെ മൂവ് ചെയ്യുന്നുണ്ട്. നോക്കിയേക്ക്, ഞാൻ ഒന്ന് ഫുൾ സ്ക്രീൻ ആക്കാം. എങ്ങനെയുണ്ട്, സൂപ്പർ അല്ലേ?
ഇങ്ങനെ നിങ്ങൾക്കും പല ടെക്സ്റ്റുകളും ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചില വെഹിക്കിളിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് വെഹിക്കിളിൻ്റെ ഓരോ പാർട്സുകൾ ഇതേപോലെ എഴുതി കാണിക്കും ആ സീൻ വരുന്ന സമയത്ത്. ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇത് ഇത്രയും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ആഫ്റ്റർ എഫക്റ്റിലൊക്കെ ചെയ്യാൻ പറ്റും. ഇത് സാധാരണക്കാർക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിലിമോറ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫീച്ചറാണ്, AI ഫീച്ചറാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ച് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ മോഷൻ ട്രാക്കിങ്ങും അതുപോലെ പ്ലാനറ്റ് ട്രാക്കിങ്ങും ഒക്കെ കണ്ടു, എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യുക. എഡിറ്റിംഗ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്കൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ അതുകൂടാതെ നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഫോട്ടോഷോപ്പിൻ്റെ ക്ലാസ്സും കൂടി ഇതിനകത്ത് കൊണ്ടുവരാം എന്ന്. ഫോട്ടോഷോപ്പും കൂടി അറിയും എന്നുണ്ടെങ്കിൽ ഇത്രയും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.